നമസ്കാരം. യുകെയിലേക്കുള്ള എല്ലാവർക്കും വിസകൾക്ക് ആവശ്യമായ മിനിമം വേതനം 38,700 പൗണ്ട് ആക്കാനുള്ള നീക്കം തിരിച്ചടിക്കുമെന്ന ബ്രിട്ടീഷ് വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകുന്നു. ആവശ്യമുള്ള സ്കിൽഡ് വർക്കർമാരെ നിയമിക്കാൻ ഇപ്പോൾ തന്നെ ഏറെ ക്ലേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ നിയന്ത്രണം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ പറയുന്നു. നിലവിൽ യുകെയിലേക്ക് വർക്ക് വിസ ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 38,700 പൗണ്ടെങ്കിലും വേതനം ആവശ്യമാണ്. അതേസമയം ബ്രിട്ടനിൽ കടുത്ത തൊഴിൽ ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ ഇതിന് ഇളവ് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് PhD പോലെ ഉന്നത ബിരുദമുള്ളവരുടെ കാര്യത്തിൽ ഇതിന് ഇളവുണ്ട്. അതുപോലെ ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ കാര്യത്തിൽ മിനിമം ശമ്പള പരിധി 23,200 പൗണ്ട് ആണ്. ഇപ്പോൾ നൈജർ ഹറാജിൽ തന്നെ ഇപ്പോൾ റിഫോം UK പാർട്ടിയിൽ നിന്നും കടുത്ത വെല്ലുവിളി നേരിടുന്ന കൺസർവേറ്റീവ് പാർട്ടി യുകെയിൽ ഏതൊരു ജോലിക്കും വർക്ക് വിസ ലഭിക്കാനുള്ള മിനിമം വേതനം 38,700 പൗണ്ട് ആക്കണമെന്നുള്ള ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരാൻ ഇരിക്കുകയാണ്. നൈപുണ്യങ്ങൾ കാര്യമായി ഇല്ലാത്തവർ യുകെയിൽ എത്തുന്നത് തടയാൻ ഇത് ആവശ്യമാണെന്ന് പാർട്ടി പറയുന്നു. എന്നാൽ ബിസിനസ് DNലെ പോളിസി ഡെലിവറി ഡയറക്ടർ മാർക്ക് ഹിൽട്ടൺ പറയുന്നതും ലണ്ടനിലും രാജ്യത്താകെയും പല മേഖലകളിലും സ്കിൽഡ് വർക്കർമാരുടെ ക്ഷാമം അനുഭവപ്പെടുന്നതും ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം തിരിച്ചടിയാവുമെന്നാണ്. പല സ്ഥാപനങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സ്കിൽഡ് വർക്കർമാരെ വിദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. എല്ലാ പാർട്ടികൾക്കും രാഷ്ട്രീയത്തിനപ്പുറം സമ്പദ്ഘടനയെക്കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിനകത്ത് നിന്ന് തന്നെ സ്കിൽ കണ്ടെത്താനുള്ള ദീർഘകാലാവധി അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്കൊപ്പം കൂടുതൽ വഴക്കമുള്ള ഇമിഗ്രേഷൻ നയങ്ങളും വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഫാമിലി സ്പൗസ് വിസയ്ക്ക് മിനിമം വേതനവും 29,000 പൗണ്ടിൽ നിന്നും 38,700 പൗണ്ട് ആക്കി ഉയർത്തണമെന്നാണ് ടോറികൾ കൊണ്ടുവരുന്ന ഭേദഗതിയിൽ പറയുന്നത്. അതിനു പുറമെ പങ്കാളി 23 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണമെന്നും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമെങ്കിലും ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ നിബന്ധനകളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വർക്ക് വിസയിൽ എത്തുന്നവർക്ക് ഹൗസിംഗ് സപ്പോർട്ട് ഉൾപ്പെടെ ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്നും അവകാശപ്പെടാനാവില്ലെന്നും ഭേദഗതിയിൽ പറയുന്നുണ്ട്. വിദേശ ലോഹ ഉൽപ്പന്നങ്ങൾക്ക് ഇളവുകളില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും 25% താരിഫ് ചുമത്താനുള്ള US തീരുമാനത്തെ നിരാശാജനകം എന്ന് വിശേഷിപ്പിച്ച് UK ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി ജൊനാഥൻ റെനോൾഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാൽ ബ്രിട്ടൻ EUവിന് പകരം തീരുവ അതായത് കൗണ്ടർ താരിഫിൽ പങ്കാളിയാവില്ലെന്നും അറിയിച്ചു. ഞങ്ങൾ ആ രീതിയിൽ ഉടനടി പ്രതികാരം ചെയ്യാൻ പോകുന്നില്ലെന്നും എന്നിരുന്നാലും തക്ക സമയത്ത് ബ്രിട്ടന് പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നും പറയുന്നു. ട്രഷറിയിലെ എക്സ്കവർ സെക്രട്ടറി ജെയിംസ് മുറേ ടൈംസ് റേഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം വാഷിംഗ്ടണിൽ വെച്ച് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും തമ്മിൽ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു.